നമസ്കാരം. കുഞ്ഞൻ ക്രോസായെ 7 ഗോളുകൾക്ക് തരിപ്പണമാക്കി അഹങ്കാരവുമായി ഇറങ്ങിയ ജർമ്മൻ പടയ്ക്ക് ടൊറന്റോയിൽ ചുട്ട മറുപടി നൽകി ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റ്. 90 മിനിറ്റ് മുൻ ലോക ചാമ്പ്യന്മാരെ മുൾമുനയിൽ നിർത്തിയ പോരാട്ടത്തിനൊടുവിൽ ഇഞ്ചുറി ടൈമിലെ ദൈവാനുഗ്രഹം പോലെയുള്ള ഗോളിലാണ് ജർമ്മനി കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. പകരക്കാരനായി ഇറങ്ങി ജർമ്മനിയുടെ രക്ഷകനായ ഡെനിസ് ഉണ്ടാഫാണ് ഇരട്ട ഗോളുകളുമായി ടീമിനെ ദുരന്തത്തിൽ നിന്ന് കരകയറ്റിയത്. തോൽവിയുടെ വക്കിൽ നിന്ന് അത്ഭുതകരമായി തിരിച്ചു കയറിയ ജർമ്മനി ഇതോടെ ഗ്രൂപ്പ് ഇയിൽ നിന്ന് നോക്കൌട്ടിലെത്തി. കിരീടം നേടിയ 2014 ലോകകപ്പിന് ശേഷം ഇതാദ്യമായാണ് ജർമ്മനി നോക്കൌട്ട് ടിക്കറ്റ് എടുക്കുന്നത്. തുടക്കം മുതൽ ജർമ്മനിയെ പൂട്ടാൻ കൃത്യമായ തന്ത്രങ്ങളുമായാണ് ഐവറി കോസ്റ്റ് കളം നിറഞ്ഞത്. പ്രതിരോധ കോട്ട കെട്ടുന്നതിനൊപ്പം മാരകമായ കൗണ്ടർ അറ്റാക്കുകളിലൂടെ അവർ ജർമ്മൻ പ്രതിരോധത്തെ നിലം പരിശാക്കി. 10-ാം മിനിറ്റിൽ കായ് ഹാവിറ്റ്സിന്റെ ഹെഡർ ഐവറി ഗോളി എഹിയ ഫൊഫാന പറന്നെടുത്തപ്പോൾ തന്നെ ജർമ്മനിക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് ഉറപ്പായിരുന്നു. 21-ാം മിനിറ്റിൽ പാവ്ലോവിച്ചിന്റെ ഫൗൾ കാരണം ജർമ്മനിയുടെ ഒരു ഗോൾ റെഫറി നിഷേധിക്കുകയും ചെയ്തു. പിന്നാലെ 30-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിൽ നിശബ്ദമാക്കി ഐവറി കോസ്റ്റ് ലീഡെടുത്തു. ക്യാപ്റ്റൻ ഫ്രാങ്ക് കെസിയെയാണ് ജർമ്മനി ഞെട്ടിച്ച ഗോൾ നേടിയത്. അമാദ് ഡിയോലോയുടെ ഷോട്ട് ജർമ്മൻ ഗോളി മാനുവൽ ന്യൂയർ തട്ടിയകറ്റിയെങ്കിലും റീബൗണ്ടിൽ പുള്ളിപ്പുലിയെ പോലെ പാഞ്ഞെത്തിയ കെസിയെ പന്ത് വലയിലേക്ക് ചലിപ്പിച്ചു. 38-ാം മിനിറ്റിൽ ഹാവിറ്റ്സ് വീണ്ടും വല കുലിക്കെങ്കിലും മുസിയാലയുടെ ഫൗൾ വില്ലനായതോടെ റെഫറി അത് നിഷേധിച്ചു. ഇതോടെ ആദ്യ പകുതിയിൽ ജർമ്മനി അക്ഷരാർത്ഥത്തിൽ വിറച്ചു. രണ്ടാം പകുതിയിലും ഐവറി കോസ്റ്റിന്റെ പ്രതിരോധ മതിലിൽ തട്ടി ജർമ്മൻ മുന്നേറ്റങ്ങൾ തകർന്നടിയുകയായിരുന്നു. കളി കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് കോച്ച് ജൂലിയൻ നാഗൽസ്മാൻ ബുണ്ട്സ്ലിഗയിലെ വിശ്വസ്തനായ ഡെനിസ് ഉണ്ടാഫിനെ മൈതാനത്തേക്ക് വിടുന്നത്. ആ തീരുമാനം ജർമ്മനിയുടെ ജീവൻ രക്ഷിച്ചു. 68-ാം മിനിറ്റിൽ നദീം അമീരി ബോക്സിലേക്ക് ഉയർത്തി നൽകിയ പന്ത് മനോഹരമായി ടാപ്പ് ചെയ്ത് ഉണ്ടാഫ് ജർമ്മനിക്ക് ജീവശ്വാസം നൽകി. സമനിലയായതോടെ കളി ജയിക്കാൻ ഐവറി കോസ്റ്റിന് സുവർണാവസരങ്ങൾ ലഭിച്ചെങ്കിലും നിർഭാഗ്യം അവർക്ക് വിനയായി. ഒടുവിൽ കളി സമനിലയിലേക്ക് എന്നുറപ്പിച്ചിരിക്കെ ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിൽ ജർമ്മനിയുടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ഫെലിക്സ് മേസൺ നൽകിയ പാസ് അതിവിദഗ്ധമായി വരയിലെത്തിച്ച് ഉണ്ടാഫ് ജർമ്മനിക്ക് നാടകീയ വിജയം സമ്മാനിച്ചു. തോറ്റിരുന്നെങ്കിൽ വൻ നാണക്കെടിലേക്ക് കൂപ്പുകുത്തുമായിരുന്ന ജർമ്മനിയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ഉണ്ടാഫ് തന്നെയാണ് ഇപ്പോൾ ജർമ്മനിയുടെ ഹീറോ. കഷ്ടിച്ചാണെങ്കിലും 2 കളികളിൽ നിന്ന് 6 പോയിന്റുമായി ജർമ്മനി അടുത്ത റൗണ്ടിലേക്ക് മാർച്ച് ചെയ്തു കഴിഞ്ഞു. അതേസമയം അറ്റാക്കിംഗ് ഗെയിമിന്റെ സകല സൗന്ദര്യം ആവാഹിച്ച നെതർലാൻഡ്സ് ഗ്രൂപ്പ് എഫിലെ പോരാട്ടത്തിൽ 1-നെതിരെ 5 ഗോളുകൾക്ക് സ്വീഡനെ ചവിട്ടിമെതിക്കുകയായിരുന്നു. വാശിയേറിയ പോരാട്ടത്തിൽ ബ്രയാൻ ബ്രോബിയും കോഡി ഗാക്പോയും ഇരട്ട ഗോളുകളുമായി നിറഞ്ഞാടിയപ്പോൾ ക്രിസൻസിയോ സമർവില്ലെ വിജയ പട്ടിക തികച്ചു. ആന്റണി എലാംഗയാണ് സ്വീഡന്റെ ആശ്വാസ ഗോൾ നേടിയത്. ആദ്യ മത്സരത്തിൽ ജപ്പാനോട് സമനില വഴങ്ങിയ ഡച്ച് പട ഈ വമ്പൻ ജയത്തോടെ 4 പോയിന്റുമായി നോക്കൌട്ട് പ്രതീക്ഷകൾ സജീവമാക്കുകയായിരുന്നു. മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ തന്നെ സ്വീഡന്റെ നെഞ്ചകം തകർത്ത് ഡച്ച് പട ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഇടതുവെങ്ങിൽ നിന്ന് കോഡി ഗാക്പോ അളന്നു മുറിച്ച് നൽകിയ ക്രോസ് സ്വീഡിഷ് പ്രതിരോധത്തിന്റെ കണ്ണുവെട്ടിച്ച് ബ്രയാൻ ബ്രോബി അനായാസം വലയിലെത്തിക്കുകയായിരുന്നു. പ്രതിരോധത്തിനുമിടഞ്ഞ അശ്രദ്ധയ്ക്ക് സ്വീഡൻ നൽകേണ്ടി വന്നത് വലിയ വിലയായിരുന്നു. തിരിച്ചടിക്കാൻ സ്വീഡൻ ശ്രമിച്ചെങ്കിലും ഡച്ച് ഗോളി ബാഡ് വെർബ്രൂഗൻ കോട്ട പോലെ ഉറച്ചു നിന്നു. 7-ാം മിനിറ്റിൽ സ്വീഡിഷ് താരം വിക്ടർ യോക്രേഷിന്റെ ഗോൾ ശ്രമം വെർബ്രൂഗൻ അതിസാഹസികമായി തടഞ്ഞു. തൊട്ടുപിന്നാലെ 17-ാം മിനിറ്റിൽ ഡച്ച് പട വീണ്ടും വിറപ്പിച്ചു. ഇത്തവണ വലതുവിങ്ങിൽ നിന്നായിരുന്നു ആക്രമണം. ഡെൻസൽ ഡംഫ്രീസ് ബോക്സിലേക്ക് നീട്ടി നൽകിയ പന്ത് സ്വീഡിഷ് പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ബ്രോബി വീണ്ടും വലയ്ക്കുള്ളിലാക്കിയായിരുന്നു.